കല്ലോ എവിടെ പോയി? വേറെ കിടന്ന് കാരണം കല്ലിനെ കാണുന്നില്ല ഏട്ടാ. കല്ലൂടല്ലേ? ഇല്ല. അല്ല നിന്നോട് കളിച്ചോണ്ടിരിക്കല്ലായിരുന്നോ? കളിച്ചിട്ട് അവൾ ഒളിച്ചതിന് ശേഷം ഞാൻ അവളെ കണ്ടില്ല. കളിച്ചതിന് ശേഷം നമ്മള് നേരത്തെ കളിച്ചോണ്ടിരുന്നപ്പോ ഉള്ളത് അല്ലല്ലോ അല്ലേ? നേരത്തെ പോയി കളിച്ചോ? അത് കണ്ടില്ല. ഇല്ല, ഞാൻ ഈ വീട് മൊത്തം തപ്പി. ലച്ചേച്ചിലൂടെ കാണും. ചേച്ചി കുറെ നേരമായിട്ട് അടുക്കളയിൽ പാല് കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. ലച്ചേച്ചേ ബാ. കല്ല് നീയല്ലേ പറഞ്ഞേ പാറുവിന്റെ ഒപ്പം അപ്പുറത്ത് കളിക്കുന്നുണ്ടെന്ന്? ചേച്ചി ഹൈഡാൻസ് കളിച്ചപ്പോ അവൾ ഒളിച്ചായിരുന്നു. അതിനുശേഷം അവളെ ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലെന്നാ? അവളിവിടെ കാണുന്നത്. ചേച്ചി ടെൻഷൻ ചെയ്യണം. കല്ല് എന്താ എന്താ കല്ലൂരെ കണ്ടോ? ഇല്ല, കണ്ടില്ല. എന്താ കല്ലുണ്ടോ അവിടെ റൂമില്? ഇല്ല. കൊച്ചവിടെ ഇവര് നിന്ന് കളിച്ചോണ്ടെന്നല്ലേ? അമ്മായി ഒളിച്ചതിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല. എന്റെ ദൈവമേ, ഞാൻ എപ്പോഴും പറയും പിള്ളേരെങ്ങോട്ടെങ്കിലും പോവാതെ പിള്ളേരുടെ മേലൊരു കണ്ണ് വേണേന്ന്. ദൈവമേ, എനിക്കൊരു ഐഡിയ കിട്ടി. ഞാൻ ഐഡിയ ഒന്ന് പറഞ്ഞു നോക്കട്ടെ, ചെലപ്പോ അവര് വരും. എന്താന്ന് വെച്ചാൽ ആടിപ്പിക്കാൻ ചെയ്യൂ. ആളെയും തോന്നേട്ടാ. ഇല്ല, വീട്ടിലില്ല. എവിടെ പോയി? കല്ല് 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 കല്ലു കല്ലുമോളെ. എന്താ നീ ഇവിടെ ഇങ്ങനെ കയറി ഇരിക്കാതെ? എന്റെ അമ്മായി ഒന്ന് പോയി താപ്പ. എന്റെ കൈയും കാലും വിറച്ചിട്ട് വയ്യ. എന്റെ പൊന്നു ലച്ചു, നീ ടെൻഷൻ അടിക്കാതെ. അവൾ ഇവിടെ എവിടെങ്കിലും തന്നെ കാണും. എവിടെ ഉണ്ടാവുന്നോട് മൊത്തം തപ്പി. എടേ, അവള് നമ്മളെ പറ്റിക്കാൻ വേണ്ടി എവിടെങ്കിലും ഒളിച്ചിരിക്കണായിരിക്കും. നീ വാ, നോക്കാം നമുക്ക്. അമ്മായി പോയിട്ട് തപ്പിട്ട് വാ. ലച്ചു ചെല്ല്. കൊച്ചിനെ കാണാനില്ലെന്ന്. ഇവിടെ കയറി ഇരുന്നാ വാ ലച്ചു. വാ, നമുക്ക് നോക്കാം. വാ, ടെൻഷൻ അടിക്കാതെ വാ. കല്ല് കല്ലുമോളെ. കളിക്കല്ലേ? അല്ലോ മകളെ, എവിടെ കാര്യം പറയാനും പറ്റത്തില്ല. കല്ല് 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 എന്നെ വാല നടക്കാനാണ് നീ. നീ ഒന്നെങ്കിൽ എവിടെ തപ്പ്, അല്ലെങ്കിൽ എവിടെ തപ്പ്. ഞാൻ എവിടെ തപ്പ? കല്ല് മകളാ, നീ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചപ്പോളേ അവൾ എവിടെ ഒളിക്കാൻ പോണെന്ന് വല്ലതും പറഞ്ഞായിരുന്നു? ചേട്ടാ, കൊച്ചിനെ കാണാതിരിക്കുമ്പോ മണ്ടത്തരം പറയല്ലേ. ആരെങ്കിലും ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമ്പോ എവിടെ ഒളിക്കുന്നതെന്ന് പറഞ്ഞു തരൂല്ലല്ലോ. അത് പറയൂല. ടെറിട്ടറി ഉണ്ടാവൂല്ലോ ഇതിനകത്തെ ഒളിക്കാൻ പാടുള്ളൂന്ന്. വീട്ടിന് പുറത്തു പോയല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. വീടിനകത്ത് അവളില്ലല്ലോ അതിന്. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, എന്നാ എടുത്തേക്കോ. എന്നാലൊന്ന് പറഞ്ഞേക്കാം. ഭവാനിയമ്മേ, ഭവാനിയമ്മേ. ആ എടാ, ഇതല്ലേ പാക്ക് ചെയ്ത് വെച്ച പെട്ടി? ഓ ഇത് തന്നെ.
ഭവാനിയമ്മ അടുത്ത് ഒന്ന് പറഞ്ഞേക്കണേ, എടുക്കണേ. ആ പോയെടുത്തു. കേശോട്ടാ എന്ത് ചെയ്യും? തപ്പാ മക്കളെ. ചേട്ടാ ഒന്നൊന്ന് പിടിച്ചേ. കഴിഞ്ഞില്ലേ? വേണ ആ കഴിഞ്ഞു. ഇതെടാ മോമാറിയിരിക്കണ ചേട്ടാ, ആ കല്ലൂനെങ്ങാനും കണ്ടായിരുന്നോ റോഡില്? ഇല്ല കണ്ടില്ല. കണ്ടില്ലേ? ശരി. കല്ലുവേ, കല്ലോ. ആ ശരി. അമ്മൂമ്മ അടുത്ത് പറഞ്ഞേക്കണേ പെട്ടി എടുത്താല്. ഓ എവിടെ പോയേട്ടാ അവള്? എന്റെ പൊന്നുമക്കള് കരയല്ലേ, നമുക്ക് എവിടെങ്കിലും നോക്കി കണ്ടുപിടിക്കാം. എവിടെ നിന്ന് കണ്ടുപിടിക്കാനാ അമ്മ? വീട് മൊത്തം തപ്പി. ചേച്ചി കരയല്ലേ? കല്ലൂനെ കണ്ടോ? ഇല്ല. യേശു, ഇനി നമ്മൾ എന്തോന്ന് ചെയ്യൂടാ? ഞാൻ ഇവിടെ അന്വേഷിക്കാൻ പറ്റുന്ന സ്ഥലത്ത് മൊത്തം അന്വേഷിച്ചു. ആ പാറമയുടെ ഭാഗത്തും മൊത്തം അരിച്ച് പറയും. ഇനിയിപ്പം ചേച്ചി സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു കംപ്ലൈന്റ് കൊടുക്കട്ടോ. കൊച്ചിനെ കെട്ടിലേക്ക് നോക്കിക്കോ കേശു, ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ചേച്ചി മോളെ അങ്ങനൊന്നും പറയല്ലേ. എടാ എല്ലാവരും ഒന്നുകൂടെ നോക്കണം മോനെ. പൊന്നമ്മൂമ്മ 1, 2, 3, 4 വട്ടമൊക്കെ നോക്കി കാണണ്ടേ? ആ മുരേണ്ണ എന്തെറ്റി? വീട്ടിൽ നിന്ന് എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ? ബാ അമ്മ എവിടെയായിരുന്നു? ടെൻഷൻ എടുപ്പിച്ചല്ല മേനെ. പൊന്നു മോളെ മുരേണ്ണ പോയി. നിങ്ങളുടെ ഞാൻ നേരത്തെ പച്ച മലയാളത്തിലല്ലേ ചോദിച്ചത്? കൊച്ചിനെ കണ്ടായിരുന്നു. ആ സമയത്ത് കണ്ടില്ല, പിന്നല്ലേ ഉണ്ടത്. പിന്നെ എപ്പോ കണ്ടു? ചുമ്മാ കളിക്കല്ലേ. നിങ്ങളോട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, തുണിയും സാധനങ്ങളും പാക്ക് ചെയ്ത് തരാനല്ലേ പറഞ്ഞത്? കൊച്ചിനെ പാക്ക് ചെയ്ത് തരാൻ ഞാൻ പറഞ്ഞ. കൊച്ചിനെ പാക്ക് ചെയ്ത് ആ നിങ്ങൾ പാക്ക് ചെയ്തെന്ന പെട്ടിക്കകത്ത് കൊച്ചുണ്ടായിരുന്നു. അതങ്ങനെ ഒളിച്ചളിച്ചാണെന്നാണ് കൊച്ചു പറഞ്ഞത്. ഉറങ്ങിപ്പോയത് അമ്മ. അമ്മ എന്നെ ശരിക്കും ആക്രിക്ക് വിറ്റാണോ? അതെ, നിന്നെ വിറ്റതാ. 10 പൈസയും കിട്ടി.